ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേറിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാ മുമ്പിൽ. ഹല്ലേലൂയ. ബാർക്കുമോ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ വനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. ബാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഉദ്ഘോഷിക്കുന്ന വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാധാര വ്യാപാരകാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. വിളക്ക് കൊളുത്തി ആരും അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴെ വയ്ക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാൻ അത് വിളക്ക് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. വെളിപ്പെടാതെ മറവായും പരസ്യമാകാതെ ഗൂഢമായും ഇരിക്കുന്നത് ഒന്നുമില്ല. നിങ്ങൾ കേട്ടതെങ്ങനെ അത് സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് തനിക്കുണ്ടെന്ന് വിചാരിക്കുന്നതും കൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവന്റെ മാതാവും സഹോദരങ്ങളും അടുക്കലേക്ക് വന്നു. പുരുഷാര നിമിത്തം അവനോട് സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിൽക്കുകയും നിന്നെ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ അവനോട് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, ദൈവത്തിന്റെ വചനം കേട്ട് അത് അനുഷ്ഠിക്കുന്നവരാരോ അവരാകുന്നു എൻ്റെ മാതാവും സഹോദരങ്ങളും എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തു നിന്ന് ഒരു സ്ത്രീ ഉച്ചസ്വരത്തിൽ, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അവളോട്, ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് മറുപടി നൽകി. ബാറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാമേ ശ്ലോമോ നിന്നോട് ചൊന്നു, അത്യുന്നതദൂതൻ നീ പേരും രാജേശ്വരനെ പ്രസവിച്ചിടും വേഷവിനാ സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വഴുമമ്മേ കന്യകയാ പ്രസവിച്ചോ നീ സൗഭാഗ്യവതി.